140 ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതിയിലെ പ്രോസിക്യൂഷൻ ഉത്തരവിൽ കെ ബിജുവിന്റെ മാപ്പപേക്ഷ തള്ളി. കുംഭമേള വൈറൽ താരത്തിന് തിരിച്ചടി, പോലീസ് സംരക്ഷണം നീക്കി ഹൈക്കോടതി. ശബരിമല തീർത്ഥാടനം 1750 ബസ്സുകളുമായി KSRTC. PSC പരീക്ഷാ ക്രമക്കേട് അന്വേഷിക്കേണ്ട പട്ടിക തയ്യാറാക്കി SIT. കരൂർ ദുരന്തം, പോലീസ് മുന്നറിയിപ്പ് നൽകിയില്ലെന്ന് മുഖ്യമന്ത്രി വിജയ്. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതിയിലെ പ്രോസിക്യൂഷൻ ഉത്തരവിൽ കെ ബിജുവിന്റെ മാപ്പപേക്ഷ തള്ളി. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസിലെ വിവാദ പ്രോസിക്യൂഷൻ ഉത്തരവിൽ കെ ബിജു IAS സമർപ്പിച്ച മാപ്പപേക്ഷ ഹൈക്കോടതി തള്ളി. സാങ്കേതിക പിഴവ് ചൂണ്ടിക്കാട്ടിയാണ് മാപ്പപേക്ഷ തള്ളിയത്. കോടതിയോട് ഏറ്റുമുട്ടാൻ നിൽക്കരുതെന്നും നിന്നാൽ ഒരു സർക്കാരിനും രക്ഷിക്കാനാവില്ലെന്നും ജസ്റ്റിസ് A ബദറുദ്ദീൻ വ്യക്തമാക്കി. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടായിരിക്കാം, പക്ഷേ സർക്കാരിന്റെ ആയുധമാകാൻ നിൽക്കരുതെന്നും കോടതി പറഞ്ഞു. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷിന് നേരെയും കോടതി വിമർശനമുന്നയിച്ചു. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ INTC നേതാവ് R ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ CBIക്ക് അനുമതി നൽകുന്നതിൽ നേരത്തെ പുറത്തിറക്കിയ ഉത്തരവാണ് കോടതിയലക്ഷ്യ നടപടികളിലേക്ക് നീങ്ങിയത്. കുംഭമേള വൈറൽ താരത്തിന് തിരിച്ചടി, പോലീസ് സംരക്ഷണം നീക്കി ഹൈക്കോടതി. കുംഭമേള വൈറൽ പെൺകുട്ടിക്കും ഭർത്താവിനും നൽകിയിരുന്ന പോലീസ് സംരക്ഷണം ഹൈക്കോടതി നീക്കി. ഇരുവരെയും കണ്ടെത്താൻ സാധിക്കുന്നില്ലെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. പെൺകുട്ടിയും ഭർത്താവും നൽകിയ മേൽവിലാസത്തിലോ നമ്പറിലോ ബന്ധപ്പെടാൻ കഴിയുന്നില്ലെന്നും ഇത് പെൺകുട്ടിയുടെ പതിവ് രീതിയാണെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. പെൺകുട്ടി സംരക്ഷണം ആവശ്യപ്പെട്ടാൽ മാത്രം നൽകിയാൽ മതിയെന്ന് പോലീസിനോട് കോടതി പറഞ്ഞു. കുംഭമേള വൈറൽ താരത്തിന്റെ ഭർത്താവ് ഫർമാന്റെ മുൻകൂർ ജാമ്യ ഹർജി മധ്യപ്രദേശ് കോടതി തള്ളിയിരുന്നു. മഹേശ്വറിലെ പ്രത്യേക പോക്സോ കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ശബരിമല തീർത്ഥാടനം 1750 ബസ്സുകളുമായി KSRTC. ശബരിമല തീർത്ഥാടന കാലത്തെ സർവീസുകൾക്കായി KSRTC ഒരുക്കങ്ങൾ ആരംഭിച്ചു. മുൻ വർഷങ്ങളിൽ സർവീസുകൾ ആരംഭിക്കാൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഒരുക്കങ്ങൾ നടത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ മാസങ്ങൾക്ക് മുൻപേ KSRTC ഒരുക്കങ്ങൾ ആരംഭിച്ചു. 1750 ബസ്സുകളാണ് ഇത്തവണ ശബരിമല സർവീസിനായി നിരത്തിലിറക്കുക. KSRTCയുടെ വിവിധ സെൻട്രൽ റീജിയണൽ വർക്ക്ഷോപ്പുകളിലെയും അതാത് ഡിപ്പോകളിലുമാണ് പ്രധാന അറ്റകുറ്റപ്പണികൾ നടന്നുവരുന്നത്. PSC പരീക്ഷാ ക്രമക്കേട് അന്വേഷിക്കേണ്ട പട്ടിക തയ്യാറാക്കി SIT. PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. അടുത്തിടെ ഉയർന്ന പരാതികളെ കുറിച്ചാണ് ആദ്യം അന്വേഷിക്കുന്നത്. കോടതിയുടെ പരിഗണനയിലുള്ള പരാതികൾ ഈ ഘട്ടത്തിൽ പരിഗണിക്കില്ല. പ്ലാനിംഗ് ബോർഡ് ചീഫ് തസ്തികയിലേക്കുള്ള പരീക്ഷ, DYSP സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്, KAS തുടങ്ങി അന്വേഷിക്കേണ്ട പരീക്ഷകളുടെ പട്ടിക SIT തയ്യാറാക്കിയിട്ടുണ്ട്. പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. കരൂർ ദുരന്തം, പോലീസ് മുന്നറിയിപ്പ് നൽകിയില്ലെന്ന് മുഖ്യമന്ത്രി വിജയ്. 41 പേരുടെ മരണത്തിനിടയാക്കിയ കരൂർ ദുരന്തത്തിന് കാരണം പോലീസിന്റെ വീഴ്ചയും രാഷ്ട്രീയ ഗൂഢാലോചനയുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. ദുരന്തം രാഷ്ട്രീയ ചതിയാണെന്നും ആൾക്കൂട്ടം നിയന്ത്രണാതീതം ആണെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നില്ലെന്നും വിജയ് പറഞ്ഞു. തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ നിമിഷമായിരുന്നു അതെന്നും ആ ഓർമ്മകൾ ഇപ്പോഴും തന്നെ വേട്ടയാടുന്നുണ്ടെന്നും കരൂരിൽ നടന്ന പൊതുസമ്മേളനത്തിൽ വിജയ് പറഞ്ഞു. തമിഴ്നാട്ടിൽ അഴിമതി അവസാനിപ്പിച്ചതായി അവകാശപ്പെട്ട വിജയ് സർക്കാർ ഓഫീസുകളിൽ ഇനി 1 രൂപ പോലും കൈക്കൂലി നൽകരുതെന്നും ആഹ്വാനം ചെയ്തു. ദുരന്തത്തിൽ മരിച്ചവരുടെ ഓർമ്മ നിലനിർത്താൻ കരൂരിൽ സ്മാരകം നിർമ്മിക്കുമെന്നും വിജയ് പറഞ്ഞു. ദുരന്തത്തിൽ മരിച്ചവരുടെ ആശ്രിതരായ 32 പേർക്ക് വിജയ് നിയമന ഉത്തരവ് കൈമാറി.